ഹലോ സുഹൃത്തുക്കളെ, 2024 ഏപ്രിൽ 21 കേരള കാലാവസ്ഥ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറബിക്കടലിൽ വരാനിരിക്കുന്ന ചുഴലിക്കാറ്റ് രൂപീകരണത്തെക്കുറിച്ചും സംസ്ഥാനത്തിനായുള്ള മഴയുടെ പ്രവചനത്തെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും. വേനൽക്കാലത്തിന്റെ കൊടുമുടിയിൽ ഞങ്ങൾ സ്വയം കണ്ടെത്തുന്നതിനാൽ ഏപ്രിൽ 25-26 തീയതികളിൽ മാലിദ്വീപ് മേഖലയിൽ വികസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ന്യൂനമർദ്ദം ഞങ്ങളുടെ കാലാവസ്ഥാ സംഘങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പ്രവചിക്കപ്പെട്ട പടിഞ്ഞാറൻ ചലനത്തോടെ ഈ സംവിധാനം ഉഷ്ണമേഖലാ മാന്ദ്യമായി കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട്. ഈ സീസണിൽ വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെയുള്ള ആദ്യത്തെ ചുഴലിക്കാറ്റായി ശക്തിപ്പെടുന്നതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് വളരെ ചൂടുള്ള സമുദ്രോപരിതല താപനിലയും സിസ്റ്റത്തിന് ചുറ്റുമുള്ള താഴ്ന്ന കാറ്റ് ഷെയറും ചേർന്നതാണ്. എന്നിരുന്നാലും ചുഴലിക്കാറ്റ് സാഹചര്യത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്ക് അടിയന്തര കാലാവസ്ഥാ ആശങ്കകൾ പരിഹരിക്കാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ ഇടിമിന്നൽ സമയങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റ് പ്രതീക്ഷിക്കുന്നു. അവ വളരെ അപകടകാരിയായേക്കാവുന്നതിനാൽ അതീവ മുൻകരുതൽ ആവശ്യമാണ്. അതേസമയം ബുധനാഴ്ച വരെ സംസ്ഥാനത്തുടനീളമുള്ള നിരവധി ജില്ലകളിൽ ചുട്ടുപൊള്ളുന്ന ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നു. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴയിൽ 38 ഡിഗ്രിയും കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസും ഉയർന്ന താപനില രേഖപ്പെടുത്തി. 37 ഡിഗ്രി സെൽഷ്യസ് കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കുതിച്ചുയരുന്ന താപനില ഈ വർഷത്തെ സാധാരണ നിരക്കിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതലാണ്. 0.8 മുതൽ 1.2 മീറ്റർ വരെ ഉയരത്തിലുള്ള ഉയർന്ന തിരമാലകൾക്കും ഇന്ന് രാത്രി 11:30 മണിവരെ കേരള തീരത്ത് കൊടുങ്കാറ്റ് ഉയരാനും സാധ്യതയുണ്ടെന്നും തിരമാലകളുടെ വേഗത സെക്കൻഡിൽ 35 സെന്റിമീറ്ററിനും 55 സെന്റിമീറ്ററിനും ഇടയിൽ ചാഞ്ചാട്ടമുണ്ടാകുമെന്നും ദേശീയ സമുദ്രാന്തരീക്ഷ ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ കാലയളവ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന ഇടിമിന്നലുകൾ തീവ്രമായ ചൂടിൽ നിന്ന് താത്കാലിക ആശ്വാസം പ്രദാനം ചെയ്യുമെങ്കിലും 2023 ആഗോളതലത്തിൽ കഴിഞ്ഞ 100 വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ആശങ്ക ഉയർത്തുന്നു. ഇത് 2016-ലെ റെക്കോർഡ് ബ്രേക്കിംഗ് താപനിലയെപ്പോലും മറികടക്കുന്നു. ഇത് പ്രധാനമായും എൽനിനോ പ്രതിഭാസത്തിന് കാരണമാകുന്നു. എങ്കിലും എൽനിനോയ്ക്ക് ശമനം വന്നാൽ കേരളത്തിലും കൊടും ചൂട് ക്രമേണ കുറഞ്ഞു തുടങ്ങുമെന്ന പ്രതീക്ഷയുണ്ട്. മെയ് പകുതിയോടെ സംസ്ഥാനത്ത് മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ലാനിന പ്രതിഭാസം കേരളത്തിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായി കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫെറിക് റഡാർ ഡയറക്ടർ ഡോ. എസ്. അഭിലാഷ് വ്യക്തമാക്കി. ഓഗസ്റ്റ് മഴയുടെ സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഈ വർഷം രാജ്യത്ത് മുഴുവൻ സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രവചിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യൻ മഹാസമുദ്ര ദ്വിധ്രുവവും അയോഡി ഇത്തവണ ഉണ്ടായേക്കാമെന്നും അറബിക്കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തേക്കാൾ ചൂട് കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ലാനിനയും അയോഡിയും സംയോജിപ്പിക്കുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണെന്നും അത് സംഭവിച്ചാൽ അത് അപകടകരമാകുമെന്നും അഭിലാഷ് പങ്കിടുന്നു. 2019-ലെ അയോഡി ഇവന്റിന് ശേഷം സംസ്ഥാനത്തുടനീളമുള്ള നിരവധി സ്ഥലങ്ങളിൽ നടന്ന വിനാശകരമായ മേഘവിസ്ഫോടനങ്ങൾ ഇതിന് തെളിവാണ്. ആ സമയത്ത് ലാനിന ഇത്തവണ മഴയുടെ അളവ് സാധാരണ നിലയിലാണെങ്കിൽ പോലും അയോഡി സംഭവത്തിന് സമാനമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വിനാശകരമായ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചേക്കാം. അവസാനമായി തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ വർഷം മൺസൂൺ മഴയിൽ 34% കുറവായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം വടക്ക് കിഴക്കൻ മൺസൂണിൽ തുലാം 24% കൂടുതൽ മഴ ലഭിച്ചു. പ്രാഥമികമായി തെക്കൻ കേരളത്തിൽ കേന്ദ്രീകരിച്ചു. അതേസമയം കാസർകോട്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതേ കാലയളവിൽ ഗണ്യമായ തോതിൽ മഴ ലഭിച്ചു. അതിനാൽ ഇന്ന് പ്രവചനം അവസാനിച്ചു. ഒപ്പം ഒരു നല്ല ദിവസം വരട്ടെ.